കോഴിക്കോട് കക്കോടിയിലെ ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം മോഷ്ടിച്ച കേസിൽ 2 പേർ പിടിയിലായി. 13 കുപ്പികൾ മോഷണം പോയെന്നും സംഘത്തിൽ 4 പേരുണ്ടായിരുന്നെന്നുമാണ് ഈ ഔട്ട്ലെറ്റിലെ ജീവനക്കാർ പറയുന്നത്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് തത്സമയം ചേരുന്ന വിവരങ്ങളുമായി. പറയൂ സമീർ, എന്താണ് ഉണ്ടായത്? SKN ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കോഴിക്കോട് കക്കോടിയിലുള്ള ബെവ്കോയുടെ ഔട്ട്ലെറ്റിൽ നിന്ന് മോഷണം നടന്നിരിക്കുന്നത്. 4 അംഗ സംഘമാണ് മോഷണം നടത്തിയിരിക്കുന്നത്. വളരെ തന്ത്രപൂർവ്വം ഇവർ എത്തുകയും അവിടുത്തെ ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് മോഷണം നടത്തുകയും ചെയ്തു. 4 അംഗ സംഘത്തിൽ 2 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവർ എത്തുന്നു, അവിടെ തന്നെ അവിടെ ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് വളരെ ആസൂത്രിതമായിക്കൊണ്ട് തന്നെ ഒരാൾ മറഞ്ഞു നിൽക്കുന്നു, മറ്റൊരാൾ അതിൻ്റെ സഹായത്തിൽ ഈ കുപ്പികൾ പതിയെ ഷർട്ടിനുള്ളിലേക്ക് മാറ്റുന്നു, അങ്ങനെ കടത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ 13 കുപ്പികളാണ് മോഷണം പോയത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മോഷണം ശ്രദ്ധയിൽപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബെവ്കോയിലെ ജീവനക്കാർ പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ചേവായൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. പോലീസ് എത്തിക്കൊണ്ട് വിശദമായി പരിശോധിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെയുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. അതിൽ നിന്നാണ് ഈ പ്രതികളെ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തലക്കുളത്തൂർ സ്വദേശികളായിട്ടുള്ള സച്ചിൻ പ്രഭാകർ 22 വയസ്സ്, ഒപ്പം തന്നെ സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് ആസിഫ് 20 വയസ്സ്. ഈ 2 പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ കൂട്ടാളികളായിട്ടുള്ള 2 പേർക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികളിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം ഉണ്ടായത്. സന്ധ്യയോടുകൂടി തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. 2 പ്രതികൾക്കായുള്ള അന്വേഷണം തുടരുകയാണ് SKN. ഓക്കെ, താങ്ക് യു. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.